മനുഷ്യൻ. എൻ്റെ ലോൺ എങ്ങനെങ്കിലും ഒന്ന് സാങ്ഷനാക്കി തരണം സാർ. ഇന്നത്തെ പത്രവാർത്ത കണ്ടില്ലേ? പത്രം ഞാൻ കണ്ടിരുന്നു, വാർത്ത ഞാനും വായിച്ചു. മരിച്ചാൽ എനിക്കും വിഷമമുണ്ട്. പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഇതെല്ലാം സർക്കാർ ഉള്ളല്ലേ. ഞാനിത് സാറിനോട് പറഞ്ഞത് പത്രത്തിലെ വാർത്ത വായിച്ചപ്പോൾ മനസ്സിനൊരു പിടച്ചിൽ. ഞാനും ഒരു കർഷകനല്ലേ, അതുകൊണ്ടാ. ഇത്രയും കർഷകർ ആത്മഹത്യ ചെയ്തിട്ടും കണ്ണു തുറക്കാത്ത ഭരണാധികാരികൾ. ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്തെങ്കിലും ചെയ്യേണ്ടത് കേന്ദ്രമല്ലേ. ബാങ്കിൽ വരുമ്പോൾ കേന്ദ്രത്തെ കുറ്റം പറയും, കേന്ദ്രമോ സംസ്ഥാനത്തിനെല്ലാം തന്നിട്ടുണ്ടെന്ന് പറയും. വാസ്തവത്തിൽ ഞങ്ങൾക്കുള്ള വഴി എന്താ? എല്ലാവർക്കും നമസ്കാരം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പ്രളയം നമ്മൾക്ക് സമ്മാനിച്ച വൻ ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് മനം നൊന്ത് ജീവനൊടുക്കിയ, മണ്ണിൽ പണിയെടുത്ത നമ്മുടെയൊക്കെ സഹോദരനായ പാലക്കാട് കൽപ്പാത്തിയിലെ ആ കർഷകനായ ചെറുപ്പക്കാരന് നേരിടേണ്ടി വന്ന ദുരന്തത്തെക്കുറിച്ചാണ്. ആ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ കാർഷിക കടങ്ങൾ എഴുതിത്തള്ളുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. അത് നടന്നില്ല. വളത്തിന് സബ്സിഡി ലഭിക്കുമെന്ന് വിശ്വസിച്ചു. നാം നിരാശരായി. പ്രകൃതി ദുരന്തങ്ങൾ കൃഷിയിടങ്ങളെ കടമുഴക്കിയെങ്കിലും ആശ്വാസ നടപടികൾ ഇനിയും തുടരേണ്ടിയിരിക്കുന്നു. കച്ചവടമൊക്കെ കുറവാ ചെട്ടിയാലേ. കുടിശ്ശികയുള്ളത് അടുത്ത മാസം തരാം. നിരാശപ്പെടരുത്. അടുത്ത മാസം തന്നെ തന്നു തീർക്കണം കേട്ടല്ലോ. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. നാം ഒന്നും അതിനെപ്പറ്റി ചിന്തിക്കുകയരുത്. ഏതു പ്രശ്നത്തിനും നമ്മൾക്ക് കൂട്ടായി ഒരു തീരുമാനമെടുക്കാം, അത് പരിഹരിക്കാം എന്നു പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഒന്ന് കഴിഞ്ഞാലേ മറ്റൊന്നിനെ ഉളവാകും. ആരാ? കഥവ് തുറക്കുമോളെ. എന്താ അപ്പൂപ്പ താമസിച്ചേ? കവലയില് കർഷക സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ആത്മഹത്യ ചെയ്ത കർഷകന് വേണ്ടി ഒരു യോഗമുണ്ടായിരുന്നു. അതാ വൈകിയത്. എന്തായി ക്ലീറ്റസേ, നമ്മളെയൊക്കെ അങ്ങ് മറന്നോ? അതോ മറന്ന പോലെ അഭിനയിക്കുകയാണോ? അയ്യോ, മറന്നൊന്നും അല്ല ചെട്ടിയാരെ. ബാങ്കിൻ്റെ കാര്യമല്ലേ. മാനേജറെ കണ്ടപ്പോൾ മാനേജർ പറഞ്ഞു എത്രയും പെട്ടെന്ന് ലോൺ സാങ്ഷനാക്കി തരാമെന്ന്. കഴിഞ്ഞ പ്രാവശ്യം ഇട്ട നെൽവിത്തുകളെല്ലാം മഴക്കെടുതിയിൽ നശിച്ചു പോയത് ചെട്ടിയാർക്കും അറിവുള്ളതല്ലേ. ഭൂപണ ബാങ്കിൽ പ്രമാണം വെച്ചെടുത്ത ലോണെല്ലാം അടച്ചു തീർത്തേ പുതിയ ലോൺ സാങ്ഷനാക്കി തരൂ. ആ കുടിശ്ശികയെല്ലാം അടയ്ക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ താൻ കഴിഞ്ഞ ആഴ്ചയോട് പറഞ്ഞില്ലയോ? അതൊന്നും പറഞ്ഞാൽ പറ്റുകയല്ല. 1-2 മാസമല്ല, 6 മാസമായി താൻ പലിശ തന്നിട്ട്. ഒരു ദിവസം കൂടി ഞാൻ തനിക്ക് അറിയാം. നാളെ ഞാൻ വീണ്ടും വരും. കുറഞ്ഞത് 3 മാസത്തെ പലിശയെങ്കിലും എനിക്ക് തരാൻ കൈവച്ചേക്കണം. പറഞ്ഞില്ല എന്ന് വേണ്ട, അല്ലെങ്കിൽ എന്നെ എനിക്കറിയാലോ.
പൈസ കൊടുത്തില്ല മാമൻ നമ്മളെ ഉപദ്രവിക്കുവോ? ഇക്കുറി നമ്മുടെ പുരയിടത്ത് നിന്ന് കിട്ടിയ വിളവെടുപ്പിൻ്റെ പങ്കാ. കിട്ടണ പങ്കിൽ ഒരു വീതം ക്ലീറ്റസ്റ്റാൻ്റെ പുരയെ കൊണ്ടുവരണമെന്നാണ് ബാപ്പാൻ്റെ നിർദ്ദേശം. കിടപ്പിലായെങ്കിലും ബാപ്പയ്ക്ക് നിങ്ങളുടെ സ്നേഹത്തിനൊരു കുറവില്ല. അല്ല, എന്ത് പറ്റി നിങ്ങൾക്ക്? മുഖം ആകെ വല്ലാണ്ടിരിക്കണ്. കടബാധ്യതകളല്ലേ സുലൈമാനെ നമ്മളല്ലാതാക്കുന്നത്. അതിനിപ്പോൾ എന്താ പറ്റിയേ? ആ പലിശക്കാരൻ ചെട്ടിയാര് വന്നിട്ട് ഇപ്പം അങ്ങോട്ട് പോയതേ ഉള്ളൂ. അയാൾ ഇനി ഒരു അവധി കേൾക്കില്ലെന്നാ പറയുന്നത്. നമ്മൾ ഇനി എന്ത് ചെയ്യും? നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ എല്ലാവർക്കും അറിയുന്നതല്ലേ. അതൊക്കെ ആരോടാ പറയുക? അവരൊക്കെ വലിയ വലിയ ആളുകളാ. എല്ലാം അറിഞ്ഞിട്ടും അറിയാത്തവരെ പോലെ നടിക്കുന്നവർ. മുമ്പ് ഇതുപോലൊരു പ്രളയക്കെടുതിയാ എൻ്റെ മോളെയും മരുമോനെയും കൊണ്ടുപോയത്. 7 വയസ്സായ എൻ്റെ കുഞ്ഞിനെയും കയ്യിൽ തന്നിട്ട് അതിൻ്റെ വേദനയിലാ അസുഖക്കാരിയായ എൻ്റെ സ്റ്റെല്ല പോലും എനിക്ക് നഷ്ടപ്പെട്ടത്. ഒരു ജീവിതം ജീവിച്ചു തീർക്കണമെങ്കിൽ എന്തെല്ലാം കടമ്പകൾ ചാടിക്കിടക്കണം എൻ്റെ സുലൈമാനെ, എനിക്കറിയില്ല. ഒക്കെ എനിക്ക് മനസ്സിലാവും ക്ലീറ്റസ്. പക്ഷേ എനിക്ക് സഹായിക്കാൻ ഒരു നിവൃത്തിയില്ല. ബാപ്പയ്ക്ക് മരുന്ന് മേടിക്കാൻ തന്നെ മാസം ഞാൻ പെടുന്ന പാട് അച്ചായനും കൂടെ അറിയാവുന്നതല്ലേ. മോളെന്തിനാ വിഷമിക്കുന്നേ? ചെട്ടിയാർ വന്നോണ്ടാ? മക്കൾ വിഷമിക്കണ്ട. എന്തു വന്നാലും മാമയുണ്ട് മക്കളുടെ കൂടെ. എങ്കിൽ ഞാനങ്ങോട്ട് പോട്ടെ. നേരെ ഒരുപാടായി. ഒരുപാട് താമസിച്ചാൽ ബാപ്പ തിരക്കും. ചെട്ടിയാരെ. എന്താടാ? അല്ല ചെട്ടിയാരെ, ഞാൻ ക്ലീറ്റസ്റ്റാൻ്റെ വീട് വരെ പോയിട്ട് വരിക. ഞങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. നിങ്ങൾക്ക് ക്ലീറ്റസ്റ്റാൻ ഒരവധിയോടെ കൊടുത്തൂടെ? ഓ, തളർന്ന് കിടക്കുന്ന നിന്റെ തന്തയുടെ ഒറ്റ ചങ്ങാതിയാണല്ലോ ക്ലീറ്റസ്. അതുകൊണ്ട് വക്കാലത്തായിട്ട് വന്നതായിരിക്കും. അല്ല ചെട്ടിയാരെ, ഞാൻ പറഞ്ഞത് ഒന്ന് മാറിക്കടാ. അവൻ്റെ ഒരു വക്കാലത്ത് ഇറങ്ങിയിരിക്കുക അനക്കേടുണ്ടാക്കാൻ. അല്ല, ഇതാര് ക്ലീറ്റസോ? താനെന്താ ഈ സമയത്ത്? പാടത്തി എന്നപ്പോൾ കൃഷിഭവനിൽ വാഴവിത്ത് വന്നിട്ടുണ്ടെന്നറിഞ്ഞു. കിട്ടിയാണെങ്കിൽ വാങ്ങിക്കൊണ്ട് പോകാമല്ലോ എന്ന് കരുതി വന്നതാ. വിത്ത് വന്നിട്ടുണ്ട്, പക്ഷേ വിതരണം ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. 2 ദിവസം കൂടി കഴിയുമെന്നാ തോന്നുന്നത്. പോയിട്ട് 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് വന്നാൽ മതി. അകത്ത് കേന്ദ്ര സർക്കാരിൻ്റെ PMKY പദ്ധതിയുടെ പ്രതിമാസം 2000 രൂപ കിട്ടുന്നതിൻ്റെ ഫോം ഫില്ലിങ്ങിലെ തിരക്കിലാണ്. പോയിട്ട് 2 ദിവസം കഴിഞ്ഞോ? മൂന്ത സാറേ, സാറെന്താ ഇവിടെ? ഞാനെൻ്റെ ഒരു പരിചയക്കാരനെ കാണാൻ വന്നേ. സാർ എങ്ങനെങ്കിലും ആ ലോൺ ഒന്ന് സാങ്ഷനാക്കി തരാമോ? കടക്കാരെ കൊണ്ട് ഞാൻ പൊറുതി മുട്ടി. താൻ നാളെ 10 മണി കഴിഞ്ഞ് ബാങ്കിലോട്ട് വാ. വരുമ്പോൾ ഡീറ്റെയിൽസും ആ ലാസ്റ്റ് അടിച്ച രസീതും കൊണ്ടുപോവാ. ഓക്കെ. അപ്പൂപ്പ ഇന്നലെ സ്കൂളിൽ നിന്ന് തന്നുവിട്ട വിത്തുകളാ. ബാങ്കിൽ പോകാൻ സമയമായി മോളെ, ധൃതിയുണ്ട്. വാ, പെട്ടെന്ന് പോകാം.
കതിർ കൊയ്യും പാടത്തെ പാട്ടെല്ലാം മാഞ്ഞല്ലോ, പറയാനായി ഇനിയുള്ളത് പാണൻ കഥ. കതിരാടും പാടത്തെ അരിനെല്ലും പതിരാക്കാൻ കരകാട്ടം പോലായോ കള്ളിപ്പെണ്ണേ. അപ്പൂപ്പ, എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരി ആരാണെന്നറിയാമോ? അത് ദേവുവാ. അവൾക്ക് മാത്രമേ ക്ലാസ്സിൽ എന്നോട് സ്നേഹമുള്ളൂ. ബാക്കി എല്ലാവരും എന്നെ വിളിക്കുന്നത് ചെലക്കുഴി ചെലക്കുഴി എന്നാ. അതൊന്നും മോള് കാര്യമാക്കണ്ട, എല്ലാം മാറും. വലിഞ്ഞു നടക്ക്, സമയം കഴിയും. നിങ്ങൾ ലാസ്റ്റ് അടച്ച റെസിപ്റ്റ് കൊണ്ടുവന്നുണ്ടോ? ഉണ്ട് സാർ. ക്ലീറ്റസ്, ചെറുവയലിൽ വീട്. ഇതല്ലേ നിങ്ങളുടെ അഡ്രസ്? അതെ സാർ. യെസ്. 2016 നിങ്ങൾക്ക് തന്ന കാർഷിക ലോണ് 1.5 ലക്ഷം രൂപ. അതിൽ 10-30,000 രൂപ ബാലൻസും അതിൻ്റെ ഇൻട്രസ്റ്റും ഇനി അടച്ചെടുക്കാണ്ടല്ലോ? ഉണ്ട് സാർ. മഴക്കെടുതിയിലും പ്രളയത്തിലും വൻ കൃഷിനാശം ഉണ്ടായതിൽ പിന്നെ ഞങ്ങളുടെ കണക്കൂട്ടലുകൾ മുഴുവൻ തെറ്റിയത് അതിൽ വന്ന വീഴ്ചയാ. അത് നമ്മുടെ സർക്കാരിനും ഏറെക്കുറെ അറിയാവുന്നതല്ലേ. അതൊന്നും ബാങ്ക് റൂളുമായിട്ട് കൂട്ടിക്കുഴയ്ക്കരുത്. അത് അധികാരികളുടെ ചെവിയിലെത്തിക്കാൻ നിങ്ങൾക്ക് വേറെ വഴികളുണ്ട്. തൽക്കാലം ബാങ്കിൽ അടച്ചു തീർക്കാനുള്ള കുടിശ്ശിക അടച്ചു തീർത്താൽ എൻ്റെ റിസ്കിൽ ഞാൻ പുതിയ ലോൺ സാങ്ഷനാക്കി തരാം. അതേ നിവൃത്തിയുള്ളൂ. ഹലോ, എങ്കിൽ ശരി. സാറേ പറഞ്ഞോ. അത് ശരി ശരി ശരി. അല്ലേ ഇതാരാ? ക്ലീറ്റസ് അച്ചായനോ? കേശവ, കടുപ്പത്തിലൊരു ചായ. രാവിലെ ബാങ്കിലൊന്ന് പോകണമായിരുന്നു. വരുന്ന വഴി കൃഷി ഓഫീസിലൊന്ന് കയറി. കേന്ദ്ര സർക്കാരിൻ്റെ PMKY പദ്ധതി പ്രകാരം പ്രതിമാസം 2000 രൂപ വീതം കൃഷിക്ക് കൊടുക്കുമത്രേ. വിത്ത് കൈകൊണ്ട് തൊടാത്തവർക്കാ ഇപ്പൊ എഴുതി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അല്ല ചായ, ആ ബ്ലേഡുകാരൻ ചെട്ടിയാരായിട്ട് എന്തെങ്കിലും പണമിടപാടുണ്ടോ? എന്താ കേശവ? ചുമ്മാ അല്ല, അച്ചായനെ കാണാൻ ചെട്ടിയാർ വീട്ടിലോട്ട് പോയിട്ടുണ്ട്. കേശവ, പറ്റൊന്ന് കുറിച്ചേരെ. ഓ ശരി അച്ചായ. ക്ലീറ്റസ് എന്തിയടേ? രാവിലെ ബാങ്ക് വരെ പോയതാ, ഇതുവരെ വന്നില്ല. കുഴപ്പമില്ല, ഞാനിവിടെ വെയിറ്റ് ചെയ്തോളാം. മാമ, അപ്പൂപ്പൻ്റെ ഈ പൈസ ഇല്ലാത്തോണ്ടാ തരാത്തെ. ഇതൊന്നും നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലടി കൊച്ചേ. തന്തയും തള്ളയും ചേർത്ത നിന്നോട് ഞാൻ എന്താ പറയാനാ? ഈ പണം ചെട്ടിയാർ മാമൻ നിന്റെ അപ്പൂപ്പന് കടമായി കൊടുത്താ. അതുകൊണ്ട് മാമന് പലിശയിൽ കിട്ടണ്ടേ മോളെ? ആ, ക്ലീറ്റസ് വന്നല്ലോ. എന്തായടോ എൻ്റെ പലിശയുടെ കാര്യം? ഞാൻ ബാങ്കിൽ പോയിട്ട് വരുവാ ചെട്ടിയാരെ. ലോൺ സാങ്ഷൻ ആകാൻ അല്പം കൂടി താമസം വരുമെന്നാ മാനേജർ പറയുന്നത്. ഏത് മാനേജരാടോ? മുഖത്ത് നോക്കി കള്ളം പറയരുത്. ഊവണ ബാങ്കിൽ ഞാൻ പോയിരുന്നു. എല്ലാം അറിഞ്ഞിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. കഴിഞ്ഞ തവണ എടുത്ത ലോണിന്റെ ബാലൻസേ 35,000 രൂപ ഇനി അടയ്ക്കാനുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അതടയ്ക്കാത്ത പക്ഷം തനിക്ക് ഏത് ബാങ്ക് മാനേജരാടോ ലോൺ സാക്ഷനാക്കി തരാമെന്ന് പറഞ്ഞേ? അത് ഞാൻ എങ്ങനെങ്കിലും അടച്ച് തീർക്കും ചെട്ടിയാരെ. അടച്ച് തീർക്കും. കുറെ രൂപ 1-2 അല്ല, 2 ലക്ഷമാ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി ഈ പാടത്ത് പുളുത്തിയത്. ആണുങ്ങളായ വാക്കിന് വില വേണോടോ. കായ് നീട്ടി വാങ്ങിച്ചാൽ പോരാ, അത് തിരിച്ചു കൊടുക്കാനും വേണം.
ചുമ്മാ അല്ലടോ തൻ്റെ മോളെ മരുമോനെയും കർത്താവ് അങ്ങ് മേപ്പോട്ട് എടുത്തത്. വാക്കിന് നിറിയില്ലാത്ത നായേ. ഫൂ. നിന്റെ ഒരു കഞ്ഞി എനിക്ക് തരാനുള്ള മുതലും പലിശ തന്നിട്ട് ഇനി നീ കഞ്ഞി കുടിച്ചാൽ മതിയടാ പാട്ടി. ധാരാളം വന്നിട്ട് പോച്ചയ്ക്കാൻ കത്തിക്കും. ആ എൻ്റെ മാതാവേ, ഞാനിനി എന്ത് ചെയ്യും? ക്ലീറ്റസേ, 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 എന്തിനുറക്കമാടോ? സമയം 8 മണി കഴിഞ്ഞല്ലോ. ഇനി ഉറക്കം എഴുന്നേറ്റില്ലേ? ക്ലീറ്റസേ. എന്തു പറ്റി ദിനകര സാറേ? ഇവിടെ ആരും ഇല്ലേ? ഉണ്ടായിരുന്നല്ലോ. ക്ലീറ്റസേ. അജയ, അജയോ, അജയ. എന്റെ ദൈവമേ, എന്താ മെമ്പറേ? അയ്യോ, എന്തു പറ്റി ദിനകരൻ സാറേ? എല്ലാരും ഇവിടെ. എന്തു പറ്റി? ഞാനൊന്ന് കണ്ടോട്ടെ. എന്റെ ബാപ്പയ്ക്ക് തുല്യ കണ്ട മനുഷ്യനല്ല. ഞാനൊന്ന് കണ്ടോട്ടെ. നന്നായി, എല്ലാം ഉപേക്ഷിച്ച് അങ്ങ് പോയല്ലേ. ഇതൊന്നും അറിയാണ്ട് ഒരാളെന്റെ വീട്ടിൽ കിടപ്പോട്ട്. നിങ്ങളുടെ ചങ്ങാതി എൻ്റെ ബാപ്പ തളർന്ന് കിടക്കുന്ന എൻ്റെ ബാപ്പ എടുത്ത് തിരിച്ചെല്ലുമ്പോൾ ഞാൻ എന്താ പറയണ്ടേ? പടച്ചോനെ, എൻ്റെ മോളെങ്കിലും ദിനകരൻ സാറേ, ആ തൂങ്ങിയാടുന്ന മനുഷ്യനുണ്ടല്ലോ, ഒരു പാവമായിരുന്നു, ഒരു സാധു. നിങ്ങളുടെയൊക്കെ വെള്ളക്കുപ്പായത്തിന് ഈ നാട്ടിലെ കർഷകർക്ക് ഇതിൽ കൂടുതൽ എന്ത് വാഗ്ദാനമാണ് നൽകാനുള്ളത്? എൻ്റെ ദിനകരൻ സാറേ, ഒന്ന് പറഞ്ഞതാ. വയലിൻ്റെ മക്കളെ കണ്ണീർ കുടിപ്പിച്ച പതിരിൻ്റെ നിറവാണു ദൈവം. നിന്നനയുന്ന കണ്ണുനീർ തോരുന്ന മിഴികളിൽ എരിയുന്നു വയറിൻ്റെ ബാല്യം. പറയാതെ പോയെൻ്റെ അരുമയാം പ്രാണനെ അറിയുമോ നിന്റെ ആ പുണ്യം? പറയാതെ പോയെൻ്റെ അരുമയാം പ്രാണനെ അറിയുമോ നിന്റെ ആ പുണ്യം? വയലിൻ്റെ മക്കളെ കണ്ണീർ കുടിപ്പിച്ച പതിരിൻ്റെ നിറവാണു ദൈവം. പറയാതെ പോയെൻ്റെ അരുമയാം പ്രാണനെ അറിയുമോ നിന്റെ ആ പുണ്യം?
തണലില്ല താരാട്ട് പാട്ടില്ല താനേ എരിഞ്ഞു പോയി സ്വപ്നം. താങ്ങില്ല തണലില്ല താരാട്ട് പാട്ടില്ല താനേ എരിഞ്ഞു പോയി സ്വപ്നം. ഒരു ജന്മമെങ്കിലും ജീവിച്ചു തീർക്കുവാൻ അരികത്തു നാം തന്നെ വേണം. ഒന്നും പറയാതെ എങ്ങോ മറഞ്ഞു, ഒന്നും പറയാതെ എങ്ങോ മറഞ്ഞു. വയലിൻ്റെ മക്കളെ കണ്ണീർ കുടിപ്പിച്ച പതിരിൻ്റെ നിറമാണു ദൈവം. നനയുന്ന കണ്ണുനീർ തോരുന്ന മിഴികളിൽ എരിയുന്നു വയറിൻ്റെ ബാല്യം. പറയാതെ പോയെൻ്റെ അരുമയാം പ്രാണനെ അറിയുമോ നിന്റെ ആ പുണ്യം, അറിയുമോ നിന്റെ ആ പുണ്യം, അറിയുമോ നിന്റെ ആ പുണ്യം.